ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ SSLC 2022 പരീക്ഷാ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് 13ാമത്തെ വീഡിയോ ആണ്. ഇതിനു മുമ്പ് 12 വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. പരീക്ഷയ്ക്ക് ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം മാർക്ക് എല്ലാ കുട്ടികൾക്കും കിട്ടട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പോയം കോംപ്രിഹെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, ഫോക്കസ് ഏരിയയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയമാണ് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഇതിൽ പല കുട്ടികൾക്കും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന സമയത്ത് പറ്റാറുള്ള ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ പലരും ഈ കവിതയുടെ വരികളാണ് എഴുതി വെക്കുക. ഈ പരീക്ഷയ്ക്ക് ഈ കവിതയിലെ വരികൾ എഴുതി വെക്കാൻ, വരികൾ എഴുതുക എന്ന് പറഞ്ഞ് വരുന്ന ചോദ്യങ്ങൾക്ക് മാത്രമാണ് വരികൾ എഴുതി വെക്കേണ്ടത്. ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ സെന്റൻസിൽ തന്നെയാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇതിലെ ചോദ്യങ്ങൾ നമ്മൾ സെന്റൻസിൽ ഉത്തരം എഴുതുക എന്നുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ ഈ ഒരു പോയത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ഓരോ സ്റ്റാൻസും എടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് പരമാവധി പ്രയോജനപ്പെടുത്തുക. ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ബൈ വില്യം ബട്ട്ലർ ഈറ്റ്സ്. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഈ രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഒന്നാമത്തെ സ്റ്റാൻസ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം, The old priest Peter Gilligan was weary night and day, for half his flock were in their beds or under green swords lay. Pick out the line which says that the priest was very tired. ഇവിടെ ഈ പുരോഹിതൻ വളരെ ക്ഷീണിതനാണ് എന്ന് കാണിക്കുന്ന വരി എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വരി എടുത്തെഴുതാൻ അല്ലെങ്കിൽ പിക്ക് ഔട്ട് ദ ലൈൻസ് എന്ന് വെച്ചാൽ നമുക്ക് ആ വരികൾ തന്നെ എടുത്തെഴുതാം. അങ്ങനെ വരുമ്പോൾ മാത്രമേ വരികൾ എടുത്തെഴുതാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സെൻറ്റൻസിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഏതാണ് ആ വരി? ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ. ഈ വെരി നൈറ്റ് ആൻഡ് ഡേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരി. അപ്പോൾ ഈ വരിയാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, വൈ വാസ് ഫാദർ ഗില്ലിഗൻ വെരി? എന്തുകൊണ്ടാണ് ഫാദർ ഗില്ലിഗൻ ക്ഷീണിതനായത്? അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് ഈ ഒരു സ്റ്റാൻസയിൽ ഇല്ല. നമ്മളത് സെൻറ്റൻസ് ആക്കി എഴുതണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ നമ്മൾ പഠിക്കുക. ഫാദർ ഗില്ലിഗൻ വാസ് പെർഫോമിങ് ഹിസ് പ്രീസ്റ്റ്ലി ഡ്യൂട്ടീസ് ഡേ ബൈ ഡേ ബിക്കോസ് ഹാഫ് ഓഫ് ഹിസ് പാരിഷ്നേഴ്സ് വെയർ ഐദർ സിക്ക് ഓർ ഡെഡ്. അപ്പോൾ ഇവിടെ അദ്ദേഹം ക്ഷീണിതനായതിൻ്റെ കാരണം, ഹി വാസ് ബിസി ഡൂയിങ് ഹിസ് ഡ്യൂട്ടി ആസ് എ പ്രീസ്റ്റ് ആൻഡ് ദ പീപ്പിൾ ഇൻ ഹിസ് പാരിഷ് വെയർ അഫക്റ്റഡ് ബൈ എ ടെറിബിൾ എപ്പിഡമിക്. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് ഗ്രീൻ സോഡ് ഇംപ്ലൈ? ഗ്രീൻ സോഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗ്രീൻ സോഡ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സോഡ് എന്ന് വെച്ചാൽ മണ്ണാണ്, ഗ്രീൻ എന്ന് വെച്ചാൽ പച്ച നിറമാണ്. അപ്പോൾ മണ്ണിന് മുകളിൽ പച്ച നിറം വരുന്ന ചെറിയ ചെറിയ പുല്ലുകളൊക്കെ വളർന്നു വന്നു. അവരുടെ കുഴിമാടത്തിൽ അതിന് മുകളിൽ പുല്ലുകളൊക്കെ വളർന്നു വന്നു എന്നുള്ള ഒരർത്ഥമാണ്. അപ്പോൾ നമുക്കത് സെൻറ്റൻസ് ആക്കി ഇങ്ങനെ എഴുതാം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ടു ദ ഗ്രേവ് ഓർ ദ ബറിയൽ പ്ലേസ് കവേർഡ് ഓവർ ബൈ ഗ്രീൻ ഗ്രാസ്. അപ്പോൾ ഓർത്തിരിക്കുക, ദ ബറിയൽ പ്ലേസ് കവേർഡ് ബൈ ഗ്രീൻ ഗ്രാസ്. അതാണ് ഇവിടെ ഗ്രീൻ സോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡസ് ദ വേർഡ് ഫ്ലോക്ക് ഇൻ ദ കോണ്ടെക്സ്റ്റ് റെഫർ ടു? ഫ്ലോക്ക് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ നമുക്കറിയാം, the people in his parish ആണ്. The word flock refers to the people in the parish അല്ലെങ്കിൽ in his parish. അടുത്ത ചോദ്യം, what is the rhyme scheme followed in these lines? അപ്പോൾ നമുക്കറിയാം ഈ പോയത്തിൻ്റെ റൈം സ്കീം, ഈ സ്റ്റാൻസയുടെ മാത്രമല്ല ഈ മുഴുവൻ പോയത്തിൻ്റെയും റൈം സ്കീം എന്ന് പറയുന്നത് ABCB ആണ്. ABCB. ഐഡൻറ്റിഫൈ ദ വിഷ്വൽ ഇമേജ് യൂസ്ഡ് ഇൻ ദിസ് ലൈൻസ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിഷ്വൽ ഇമേജസ് എടുത്തെഴുതാനാണ്, കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അവിടെ ഗ്രീൻ സോഡ്സ്, മോത്ത് അവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതാം. ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. Once while he nodded on a chair at the moth hour of eve, another poor man sent for him and he began to grieve.
I have no rest, no joy, nor peace, for people die, and after cried he, God forgive my body, speak not I. What does moth hour indicate? ഇവിടെ പറയുന്ന ഈ മോത്ത് അവർ, അത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. മോത്ത് അവർ ഇൻ ദ മോർണിംഗ് ആൻഡ് മോത്ത് അവർ ഇൻ ദ ഈവനിങ്. ഈ മോത്ത് അവർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ടൈം വെൻ മോത്ത്സ് കം ഇൻ സ്വാംസ്. അതായത് ഈച്ചകൾ, പ്രാണികൾ കൂട്ടത്തോടെ വരുന്ന ഒരു സമയം. ഇറ്റ് ക്യാൻ ഐദർ ബി ഈവനിങ് ഓർ മോർണിംഗ്. അത് രാവിലെയോ വൈകുന്നേരമോ ആവാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ പ്രാണികൾ കൂട്ടത്തോടെ വരുന്ന ഒരു സമയം. വാട്ട് വാസ് ദ കംപ്ലയിൻറ്റ് ഓഫ് ദ പ്രീസ്റ്റ്? പ്രീസ്റ്റ് പറഞ്ഞ കംപ്ലയിൻറ്റ് എന്താണ്? അപ്പോൾ ഇതിനൊക്കെ ഉത്തരമായിട്ട് പല ആൾക്കാർ ഈ വരികൾ അങ്ങോട്ട് എഴുതി വെക്കും. പക്ഷേ അതിനേക്കാൾ നല്ലത് അത് സെൻറ്റൻസ് ആക്കി എഴുതുന്നതാണ്. ഫാദർ ഗില്ലിഗൻ കംപ്ലയിൻറ്റ് ടു ഗോഡ് ദാറ്റ് ഹി ഹാഡ് നോ റെസ്റ്റ്, നോ പീസ് ആൻഡ് നോ ജോയ്. ഹി ഫെൽറ്റ് ഗിൽറ്റി ഫോർ ഹിസ് എറൻഡ് വേർഡ്സ്. അപ്പോൾ അദ്ദേഹത്തിന് ഗിൽറ്റി, കുറ്റബോധം തോന്നി. എറൻഡ് എന്ന് വെച്ചാൽ തെറ്റായ വാക്കുകൾക്ക്. ഇനി അടുത്ത വരികളിലേക്ക് പോകാം. മാവ്രോൺ മാവ്രോൺ, ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ് ഓൺ ദ ചെയർ. ഹി റൗസ്ഡ് ഹിസ് ഹോഴ്സ് ഔട്ട് ഓഫ് ഇറ്റ്സ് സ്ലീപ്പ് ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ. He rode now as he never rode, by rocky lane and fen. The sick man's wife opened the door. Father, you come again. And is the poor man dead? He cried. He died an hour ago. The old priest, Peter Gilligan, in grief swayed to and fro. What did Father Gilligan do after he woke up from his sleep? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അദ്ദേഹം ചെയ്തത് എന്താണ്? He roused his horse and carelessly rode to the poor man's house. കുതിരയെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് വളരെ വേഗത്തിൽ ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് കുതിരയെ ഓടിച്ചു പോയി. വൈ ഡിഡ് പീറ്റർ ഗില്ലിഗൻ റൈഡ് ആസ് ഹി നെവർ റോഡ്? ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇതിന് മുമ്പൊന്നും ഓടിച്ചിട്ടില്ലാത്ത രീതിയിൽ അത്ര കെയർലെസ് ആയിട്ട് ഓടിക്കാനുള്ള കാരണം എന്താണ്? ഹി റിയലൈസ്ഡ് ദാറ്റ് ഹി ഹാഡിൻറ്റ് ഡൺ ഹിസ് പ്രീസ്റ്റ്ലി ഡ്യൂട്ടീസ് ടു ദ സിക്ക് മാൻ. ഈ മനുഷ്യനോട് ചെയ്യേണ്ടിയിരുന്ന ചില ഡ്യൂട്ടി ഉണ്ട്, അതൊന്നും ചെയ്തില്ല. So he wanted to reach the sick man's house as early as he could. എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് he rode like he never rode. Where did the father ride through? അപ്പോൾ ഇദ്ദേഹം റൈഡ് ചെയ്ത് പോയ സ്ഥലം ഏതാണ്? ഏതൊക്കെ ഭാഗത്തൂടെയാണ് പോയത്? He rode through rocky lane and fen. നാലാമത്തെ ചോദ്യം, why did the priest ride his horse with little care? ലിറ്റിൽ കെയർ എന്നുള്ളത് ശ്രദ്ധിക്കുക. ലിറ്റിൽ കെയർ എന്ന് വെച്ചാൽ നോ കെയർ, കെയർലെസ്, വളരെ അശ്രദ്ധമായി. എന്തുകൊണ്ടാണ് അങ്ങനെ ഓടിച്ചത്? The priest was in a hurry to reach the sick man's house after he woke up from his sleep. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ ഈ മനുഷ്യൻ്റെ വീട്ടിലേക്ക് എത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. എത്രയും വേഗം എത്താൻ, മരിക്കുന്നതിന് മുമ്പ് എത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ കെയർലെസ് ആയിട്ട് ഓടിച്ചത്. ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഡിവൈസ് എംപ്ലോയ്ഡ് ഇൻ ദ ലൈൻ ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണ്? അപ്പോൾ നമുക്കറിയാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലിട്രേഷനാണ്. ഇവിടെ പി എന്നുള്ള ശബ്ദം ആവർത്തിച്ച് വന്നിരിക്കുകയാണ്. വൈ ഡിഡ് ദ ഫാദർ ഫീൽ സാഡ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുഃഖം തോന്നിയത്? ദ പ്രീസ്റ്റ് ഫെൽറ്റ് സാഡ് ബിക്കോസ് ഹി അണ്ടർസ്റ്റുഡ് ഹി ഫെയിൽഡ് ടു ഗീവ് ദ ലാസ്റ്റ് പ്രേയേഴ്സ് ടു ദ സിക്ക് മാൻ. അല്ലെ, ഈ മനുഷ്യന് കൊടുക്കേണ്ട അവസാനത്തെ ശുശ്രൂഷ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ദുഃഖിതനായത്. വാട്ട് ഹാഡ് ഹാപ്പൻഡ് വൈൽ ദ ഫാദർ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ? ആ സമയത്ത് എന്ത് സംഭവിച്ചു? ദ സിക്ക് മാൻ ഡൈഡ് വൈൽ ഹി വാസ് സ്ലീപ്പിംഗ് ഇൻ ദി ചെയർ. ഇനി വരുന്ന വരികളിലേക്ക് പോകാം. When you were gone, he turned and died as merry as a bird. The old priest, Peter Gilligan, he knelt him at that word. He who hath made the night of stars for souls who tire and bleed, sent one of his great angels down to help me in my need. He who is wrapped in purple robes with planets in his care, had pity on the least of things asleep upon a chair. Pick out an instance of simile from the given lines. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സിമിലി ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ഒരു സിമിലിയാണ്. ആസ് മെറി ആസ് എ ബേർഡ്. എങ്ങനെയാണ് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം എങ്ങനെയായിരുന്നു? ഹി ടേൺഡ് ആൻഡ് ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സിമിലി. Comment on the line. He who is wrapped in purple robes with planets in his care. അപ്പോൾ ഈ വരികൾ ശ്രദ്ധിക്കുക. ഇവിടെ ഹു എന്നുള്ള W ക്യാപിറ്റലാണ്, അതുപോലെ ഹി എന്നുള്ളതിൻ്റെ H ക്യാപിറ്റലാണ്, ഹിസ് എന്നുള്ളതിൻ്റെ H ക്യാപിറ്റലാണ്.
അപ്പോൾ ഇത് ദൈവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവത്തിന് അത് ആയതുകൊണ്ടാണ് ഇവിടെ ഈ എച്ചൊക്കെ വലിയ അക്ഷരം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരാണ്? ഹി ഹു ഈസ് റാപ്ഡ് ഇൻ പർപ്പിൾ റോബ്സ് റെഫേഴ്സ് ടു ഗോഡ് ഹു ടേക്സ് കെയർ ഓഫ് ദ എൻറ്റയർ യൂണിവേഴ്സ്. അപ്പോൾ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ദൈവത്തെയാണ് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, which line give us the idea that God had made the night for the troubled humanity? ഏത് വരിയിലാണ് പറയുന്നത് എന്തെങ്കിലും ക്ഷീണിതരായ അല്ലെ അസ്വസ്ഥതയുള്ള ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ നൈറ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്ന വരി ഏതാണ്? ഹി ഹു ഹാത്ത് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ് ഫോർ സോൾസ് ഹു ടയർ ആൻഡ് ബ്ലീഡ്. വേദനിക്കുന്നവരും ദുഃഖിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ്, ക്ഷീണിതർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ രാത്രി ഉണ്ടാക്കിയിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ഹി ഡു ഫോർ ഫാദർ ഗില്ലിഗൻ? ഹി ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദൈവം എന്താണ് ഫാദർ ഗില്ലിഗന് വേണ്ടി ചെയ്തത്? ഗോഡ് സെൻറ്റ് വൺ ഓഫ് ഹിസ് ഗ്രേറ്റ് ഏഞ്ചൽസ് ടു ഡു ഫാദർ ഗില്ലിഗൻസ് പ്രീസ്റ്റ്ലി ഡ്യൂട്ടീസ്. ദൈവം ഒരു മാലാഖയെ അങ്ങോട്ടേക്ക് അയച്ചു, ഫാദർ ഗില്ലിഗൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഫാദർ ഗില്ലിഗനായിട്ട് അയച്ചു. ഇനി കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിൽ നിന്ന് ഏതെങ്കിലും ചോദ്യം, ഇനി ഇതിൽ പെടാത്ത ഏതെങ്കിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതും കവർ ചെയ്യുന്ന അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. Pick out a line from the poem which says that the priest was very tired. വളരെ ടയർഡ് ആണെന്ന് പറയുന്ന ലൈൻ. The old priest Peter Gilligan was weary day and night says that the priest was tired. Why was Father Gilligan weary? He was busy performing his priestly duties day and night because half of his parishioners were either sick or dead. What does green sod imply? It refers to the grave or burial place covered over by green grass. What does the word flock here refers to? It refers to the people in the parish. Rhyme scheme നമ്മൾ പറഞ്ഞു. ABCB, visual image, green sods, moth hour എന്തിനെ സൂചിപ്പിക്കുന്നു? It indicates the time when moths come in swarms. It can be in the evening or morning. What was the complaint of the priest? He complained that he had no rest, no joy, nor peace. Why did Father seek forgiveness from God? Father Gilligan complained to God that he had no rest, no peace, no joy. He felt guilty for his errant words. What did Father Gilligan do after he woke up from his sleep? He roused his horse and carelessly rode to the poor man's house. Why did Peter Gilligan ride as he never rode? He realized that he hadn't done his duty as a priest. So he wanted to reach the sick man's house as early as he could. Where did the father ride through the rocky lane and fen? Why did he ride with little care? Because he was in a hurry to reach the sick man's house before he died. What feeling did the sick man's wife have when he saw the priest at her door? The sick man's wife was surprised to see the priest again at her door. Identify the poetic device employed in the line priest Peter Gilligan. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു alliteration. Why did the father feel sad? He felt sad because he understood he failed in his duty. What had happened while the father slept in the chair? The sick man died. Pick out an instance of simile. നമുക്കറിയാം, he died as merry as a bird. ഇനി he who is wrapped in purple God is a reference to God. Which line gives us the idea that God had made night for the troubled humanity? He who hath made the night of stars for souls who tire and bleed. What did he do for Father Gilligan? He sent one of his great angels to do Father Gilligan's priestly duties. അപ്പോൾ ഈ രണ്ടാമത്തെ അഡീഷണൽ ക്വസ്റ്റ്യൻസിൽ കുറേ എണ്ണം റിപ്പീറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി റീകളക്ട് ചെയ്യാനും ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്.